നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് നന്മകളുണ്ട് അല്ലേ? ഇതൊക്കെ ഒന്ന് നടന്നു കിട്ടാൻ ഞാൻ എന്ത് ദിക്റാണ് പതിവാക്കേണ്ടത് ഉസ്താദ് എന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ട്. 2 അത്ഭുതം നിറഞ്ഞ ഇസ്മുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൽ ഒരു ഇസ്മുണ്ടല്ലോ, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ, എക്സാം എഴുതാൻ പോകുമ്പോൾ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീട് നിർമ്മാണത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അങ്ങനെ തുടങ്ങി എന്ത് നന്മക്ക് ഇറങ്ങുമ്പോഴും നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇന്ന് പറയുന്നത്ര എണ്ണം ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ അല്ലാഹു പൂർത്തീകരിച്ചു തരും. അതുപോലെ തന്നെ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ പരിശുദ്ധമായ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ഒരു വൈകുന്നേര സമയം നമ്മുടെ മനസ്സിലുള്ള, നമ്മൾ ഇന്ന് അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും സന്തോഷങ്ങളും എല്ലാം എൻ്റെ ഗുണത്തിന് വേണ്ടി എൻ്റെ റബ്ബ് തന്നതാണെന്നുള്ള ബോധ്യത്തിൽ മനസ്സറിഞ്ഞ് ഒരു അൽഹംദുലില്ലാ പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ അൽഹംദുലില്ലയുടെ ഫലമെന്നോണം സമാധാനം ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മൾ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വമൊക്കെ പഠിച്ചു അല്ലേ? ഇന്ന് അസ്മാഉൽ ഹുസ്നയിലെ 2 ഇസ്മുകൾ, അതായത് ഒരു ഇസ്മു എന്ന് പറയുന്നത് തന്നെ 2-3 കൂടിച്ചേർന്നതാണ്. അങ്ങനെ ഒരു ദിക്ർ എന്ന നിലയിൽ നമ്മൾ ഇന്ന് 2 കാര്യങ്ങൾ പഠിപ്പിക്കാൻ. അതിൽ അത്ഭുതം നിറഞ്ഞ ആദ്യത്തെ ഇസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ലൈഫിൽ കടം കൊണ്ട് വലയുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ നടക്കണമെന്ന് കരുതുന്നവരുണ്ട്, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, അതുപോലെ മറ്റു പല പ്രശ്നങ്ങളിൽപ്പെട്ട് ആകെ മുങ്ങി താഴ്ന്നു നിൽക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവരോട് പറയട്ടെ, നമ്മൾ ഇന്ന് പഠിക്കുന്ന ആദ്യത്തെ ഇസ്മ, ഈ ഇസ്മ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ, നമ്മൾ പറയാൻ പോകുന്ന എണ്ണത്തിനനുസരിച്ച് ചൊല്ലിയാൽ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം തരും. ഈ ഇസ്മിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഈ ഇസ്മ മനസ്സറിഞ്ഞ് ചൊല്ലുന്നൊരു മനുഷ്യൻ, അവനത് ചൊല്ലുമ്പോഴേക്ക് അള്ളാഹുവിന്റെ അർശ് പോലും വിറകൊള്ളും. അള്ളാഹുവിന്റെ അർശ് പോലും ഇങ്ങനെ വിറക്കുന്ന, അത്രമേൽ അർശിനെ പോലും വിറപ്പിക്കുന്ന നാഥനായ റബ്ബിന്റെ ഇസ്മാണത്. സുബ്ഹാനല്ലാഹ്. അർശ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ വലുപ്പം എത്രയാണ്! അള്ളാഹിന്റെ അത്ഭുത സൃഷ്ടിയല്ലേ? നാളെ പരലോകത്തിൽ അത് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ അർശ്, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതായത് നമ്മൾ ഒരു വലിയ മരുഭൂമി, ആ മരുഭൂമിയുടെ നടുക്കൊരു മോതിരം കൊണ്ടുപോയി വെച്ചാൽ ആ മോതിരം എന്തോരം ഉണ്ടാവും അല്ലേ? ആ മോതിരത്തിന് സമാനമാണ് ഈ ലോകം മുഴുവനും. അതായത് വലിയൊരു മരുഭൂമിയിൽ കൊണ്ടുപോയി മോതിരം വെച്ചാൽ ആ മോതിരം എത്രത്തോളം ഉണ്ടാവും? വളരെ, നമുക്ക് അതായത് ആ മരുഭൂമിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നും പറയാനില്ല അല്ലേ? ഇതുപോലെയാണ് അള്ളാഹുവിന്റെ അർശിനകത്ത് നമ്മുടെ ഈ പ്രപഞ്ചം ഇരിക്കുന്നത്. പ്രപഞ്ചം മോതിരാണ്, അർശോ ആ മരുഭൂമി പോലെ അത്രമേൽ വലുതാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. ആ അർശിന്റെ ചുവട്ടിൽ തണല് കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? നമ്മൾ മഹ്ശർ എന്ന് പറഞ്ഞാൽ തന്നെ അവിടുത്തെ ഒരു ദിവസം, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, 50,000 കൊല്ലം പോലെയാണെന്നാണ്. ഒരു ദിവസം 50,000 കൊല്ലം, അതും സൂര്യൻ ഇങ്ങനെ ഒരു ചാൺ മുകളിൽ ഉദിച്ചു നിൽക്കുന്ന നിമിഷം അവിടെ അർശിന്റെ തണല് കിട്ടുന്ന കുറേ മഹാന്മാരുണ്ട്. അവരിൽ ഞങ്ങളെ നിന്റെ കാരുണ്യം കൊണ്ട് ഉൾപ്പെടുത്തണയല്ല. ഈ ഇസ്മ ഒരു മനുഷ്യൻ ചൊല്ലുമ്പോൾ അള്ളാഹുവിന്റെ അർശൊന്ന് കുലുങ്ങും. പടച്ചോൻ ചോദിക്കും, മലക്കുകളെ എന്താണ്? അപ്പോൾ മലക്കുകൾ പറയും, പടച്ചോനെ, നിന്റെ ഇന്നാലിന്റെ അടിമ ഇന്നാലിന്റെ ആവശ്യം പറഞ്ഞുകൊണ്ട് നിന്റെ ഇസ്മ ചൊല്ലിയിട്ടുണ്ട്, ഇന്നാലിന്റെ ഇസ്മ ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ആ ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനക യാ റബ്ബ്. അപ്പോൾ ഈ പരിശുദ്ധമായ ഇസ്മ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകില് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതെപ്പോഴാണ് ചൊല്ലേണ്ടത്? നമ്മൾ എപ്പോൾ ദുആ ഇരുന്നാലും, നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇസ്മ ചൊല്ലാം. അല്ലെങ്കിൽ ഡെയിലി ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ഡെയിലി ഒരു 15 എണ്ണം നമ്മുടെ ലൈഫിൽ പതിവാക്കിയിട്ട് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുക, അല്ലാഹു റബ്ബുൽ ആലമീൻ ആ കാര്യം എളുപ്പാക്കി തരും. ഏതാണ് ആ ഇസ്മ? യാ മാലികൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. രാജാക്കന്മാരുടെ ഒക്കെ അധികാരികളുടെ ഒക്കെ അധികാരിയായ അള്ളാഹുവേ, മാന്യനും പ്രതാപിയുമായ അള്ളാഹുവേ, യാ അല്ലാഹ്. ജലാലത്തിന്റെ ഇസ്മ അല്ലേ? യാ മാലികൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. നൂടെ യാ മാലികൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഇനിയാണ് നമ്മൾ പഠിക്കുന്ന മറ്റൊരു ഇസ്മ. ഈ ഇസ്മ നമ്മൾ ഏതൊരു ദുആ ചെയ്യുന്നതിന് മുമ്പും 17 തവണ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണെന്ന് അള്ളാഹുവിന്റെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല
അപ്പോൾ എത്ര തവണ? 17 തവണ. അപ്പോൾ ദ്വാരക്കുന്ന സമയത്ത് 17 പ്രാവശ്യം ബിസ്മിയും ഹംദൊക്കെ ചൊല്ലിയിട്ട് 17 തവണ ദ്വാരന്നിട്ട് ഈ ഇസ്മ വിളിക്കുക. ഈ ഇസ്മ വിളിച്ചിട്ട് നമ്മൾ മനസ്സറിഞ്ഞ് പഠിച്ചോനെ നമ്മുടെ സങ്കടങ്ങൾ എന്താണ്, നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് അള്ളാഹിനോട് പറയാം. പിന്നെ ഇതിനുള്ളൊരു വല്ലാത്തൊരു പ്രത്യേകത ഇമാമിങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ഇറങ്ങാണ്, അല്ലെങ്കിൽ എക്സാമിന് ഇറങ്ങാണ്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ വീട് വെക്കാൻ ഇറങ്ങണം, അല്ലെങ്കിൽ ഒരു പുതിയ മസ്ലഹത്തിന് ഇറങ്ങണം, ഒരു ചർച്ചയ്ക്ക് ഇറങ്ങണം. നമ്മുടെ ഈ കൈ ഉണ്ടല്ലോ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു 5 തവണ ഈ ഇസ്മ മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് ഇറങ്ങിക്കോ. അള്ളാഹു ആ കാര്യം ഫത്ഹാക്കി തരും. എങ്ങനെ? ഏതാണ് ഇസ്മ? യാ ഗനിയു യാ മുഗ്നി യാ അല്ലാഹ്. ഐശ്വര്യവാനും ഐശ്വര്യം നൽകുന്നവനും അള്ളാഹുവാണ്. അപ്പോൾ ഈ വലത് കൈ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് യാ ഗനിയു യാ മുഗ്നി യാ അല്ലാഹ് യാ ഗനിയു യാ മുഗ്നി യാ അല്ലാഹ്. കണ്ടോ? ഈ 2 ഇസ്മുകളും നമ്മുടെ ലൈഫിൽ നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ ജീവിതം മാറി മറിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ 2 ഇസ്മും നമുക്ക് 11 പ്രാവശ്യം ഒന്ന് ഒരുമിച്ച് ചൊല്ലാം. ആദ്യം നമ്മൾ പഠിച്ച ആദ്യത്തെ ഇസ്മ, പിന്നെ രണ്ടാമത് നെഞ്ചിൽ കൈവച്ച് ചൊല്ലേണ്ട ഇസ്മ. ഈ 2 ഇസ്മും 11 തവണ ചൊല്ലിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. രണ്ടാമത്തേത് യാ ഗനിയു യാ മുഗ്നി യാ അല്ലാഹ് 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 യാ ഗനിയു യാ മുഗ്നി യാ അല്ലാഹ്. ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുന്നതിലൂടെ ജീവിതം മാറി മറിയുന്ന, ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പേരെന്താണ്? എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. ബിലാൽ ഇബ്നു റബാഹ്. റബാഹ് എന്നാണ് അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ബിലാലിനോടൊപ്പം റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ മുത്തുനബിയുടെ തണലിലായി കഴിയാൻ ഒരു യോഗ്യതയില്ലെങ്കിലും കാരുണ്യവാനായ റബ്ബിന്റെ കരുണാകടാക്ഷം കൊണ്ട് അവൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇന്ന് രാത്രി 7 മണിക്കുള്ള മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. ഇന്നത്തെ ചോദ്യം 1000 രൂപ സമ്മാനത്തിനുള്ള ഇന്നത്തെ ചോദ്യം, ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദത്ത് ആരാണ്? കമന്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാ പ്രയാസങ്ങളും കമന്റ് ചെയ്ത് ഒരുപാട് സങ്കടങ്ങളുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് വൈകുന്നേരം 7 മണിക്ക് ദ്വാരക്കണം. അതായത് സന്ധ്യ കഴിഞ്ഞിട്ട് 7 മണിക്ക് ദ്വാരക്കണം. സ്വഭാവലഹരിലൊക്കെ നമ്മൾ ദ്വാരക്കുന്നുണ്ട്. ഈ സദസ്സും സ്വഭാവലഹറും മറ്റു മജ്ലിസും എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.